ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്തിൽ കല്യപ്പാടം മഹല്ലിൽ ഉള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഇതാണ് ആ റോട്ടിലെ ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡാണിത്. ഇതാണ് ആ വീട്ടിലേക്ക് പോകുന്ന വഴി. കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്ത റോഡാണ്. ഇതാണ് അതിലേക്ക് വരുന്ന റോഡ്. ഇൻ്റർലോക്ക് ചെയ്ത റോഡാണ്. ചുറ്റുഭാഗത്തും വലിയ വലിയ വീടുകളുള്ള ഏരിയയിലാണ് ഈ വീട് നിലനിൽക്കുന്നത്. ഇതാ വലിയ അടിപൊളി വീടുകളാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഇതാ ഇവിടെയും വീടുകളുണ്ട്. തൊട്ടൊക്കെ വീടുകളുള്ള ഏരിയയാണ്. ആ കാണുന്ന സീറ്റിട്ട വീടാണ് നമ്മൾ ഇന്ന് വിൽപ്പനയ്ക്ക് വന്ന വീട്. അതിൽ ഒരു 7 സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത്. കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്ത അതിമനോഹരമായ ഒരു വീടാണിത്. ഇതിലൊരു ചെറിയൊരു മാവും തൈയുണ്ട്. അതുപോലെ പ്ലാവ് ചെറുതായിട്ടുണ്ട്. ഇതിൽ തന്നെ കായ്ക്കുന്ന പ്ലാവാണിത്. അതുപോലെ തെങ്ങുണ്ട്. ധാരാളം തേങ്ങ കിട്ടുന്ന തെങ്ങുണ്ട്. വീടിൻ്റെ മേലെ കംപ്ലീറ്റ് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ട് ഭാഗത്തും സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് തെങ്ങുണ്ട്. 4 പുറം മതിൽ കെട്ടിയിട്ടുണ്ട്. സ്റ്റെയർ കേസ് പുറത്തു കൂടെയാണ് കൊടുത്തിട്ടുള്ളത്. 7 സെൻറ്റ് സ്ഥലമാണ്. കുറച്ച് വാഴ വെച്ചിട്ടുണ്ട്. സൗകര്യങ്ങളെല്ലാം ധാരാളമുള്ള നല്ല അടിപൊളി ഒരു വീടാണിത്. ഇതാണ് ഇതിൻ്റെ ഹാള്. ഭംഗിയുള്ള നല്ല വിസ്താരമുള്ള 3 സ്റ്റെപ്പോടു കൂടെ നല്ല ടൈൽസ് പതിച്ച അടിപൊളി ഒരു ഹാളാണിത്. ഹാളിൻ്റെ മേലെ കംപ്ലീറ്റ് ജിംസം ബോർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല രസമുള്ളൊരു വീടാണ്. തേക്കിൻ്റെ പലക കൊണ്ട്, തേക്ക് മരം കൊണ്ട് മാത്രമുണ്ടാക്കിയ നല്ല ഡിസൈൻ വർക്ക് ചെയ്ത നല്ല മനോഹരമായ ഒരു ഡോറ് ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഹാളാണ്, പൂജാമുറി. ഹാളതാ വലുത്. ഹാളിലും അതുപോലെ വർക്ക് ചെയ്ത ഒരു മനോഹരമായ ഒരു ഹാളാണിത്. വലിയൊരു ഹാളിൽ നിന്ന് ഇവിടെ ഒരു വാഷിംഗ് ബേസിൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അടിയിലൊരു അലമാറയോട് കൂടിയാണ് ഈ വാഷിംഗ് ബേസിൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തായി തന്നെ വലിയൊരു ബെഡ്റൂമാണ്. സാമാന്യം വലിപ്പമുള്ള നല്ല ഒരു ബെഡ്റൂമാണ് ഇതിലുള്ളത്. ഇതിലൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത മാക്സിമം വലിപ്പത്തിലുള്ള ഒരു കബോർഡാണിത്. അതേപോലെ ഈ ബെഡ്റൂമിൽ ഒരു ബാത്റൂമുണ്ട്. അതിമനോഹരമായ ഡിസൈനുള്ള ടൈൽസിൽ പണിത ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഫിറ്റ് ചെയ്ത നല്ലൊരു ബാത്റൂമാണ്. ഇത് 2ാമത്തെ ഒരു ബെഡ്റൂമാണ്. ഇതിലും നന്നായിട്ടൊരു കബോർഡ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ മാക്സിമം ഒരു 10ക്ക് 10 ഒരു ബെഡ്റൂമാണത്. ഇതിൽ അറ്റാച്ച്ഡ് ഇല്ല. അതേപോലെ ഒരു ബെഡ്റൂമാണ് ഇതും. കുഴപ്പമില്ലാത്ത 12ന് 10 അളവുള്ള ഒരു ബെഡ്റൂമും അതേപോലെ മനോഹരമായ അതിസുന്ദരമായ ടൈൽസിൽ പണിത ഡിസൈൻ കൊടുത്ത നല്ല ടൈൽസിൽ പണിത ഒരു ബാത്റൂമും യൂറോപ്യൻ ക്ലോസറ്റ് വെച്ച ഒരു ബാത്റൂമും വാഷിംഗ് മെഷീനെല്ലാം ഉണ്ട്. ഇതാണ് ഇതിൻ്റെ അടുക്കള ഡോറ്. ഇവിടെ
നല്ല ഡോറിൽ ഡിസൈൻ കൊടുത്ത അടുക്കളൻ്റെ ഡോറാണിത്. ഇതാണ് അടുക്കള, കിച്ചൺ. അതിലും കബോർഡ് വർക്ക് താഴെയും മേലെയും ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്ക് മേലെ 2 ഭാഗത്തും ചെയ്തിട്ടുണ്ട്. അതിലൊരു ഡോറ്, പിന്നെ ഇതിലൊരു കബോർഡ് വർക്ക്. നമ്മൾ അരി ഉപ്പ്, മുളക്, സാധനങ്ങൾ, കടുക്, മല്ലി ഇതെല്ലാം വയ്ക്കാൻ പറ്റിയ നല്ലൊരു സെൽഫ് ഇതിലുണ്ട്. വൃത്തിയുള്ള സെൽഫ്. അടിയിലും ഒന്നുണ്ട്. ഇത് ഗ്യാസ് അടുപ്പ് വെക്കുന്ന അടുക്കളയാണ്. നല്ല ടൈൽസെല്ലാം പതിച്ച് ഗ്യാസ് അടുപ്പ് വെക്കുന്ന ഒരു അടുക്കളയാണ്. ഈ സ്ലാബിൻ്റെ അടിയിലും നമ്മൾ കബോർഡ് വർക്ക് ചെയ്ത് നമ്മൾ സാധനങ്ങൾ മുഴുവൻ സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു അലമാറയുണ്ട്. ഇത് വർക്ക് ഏരിയ ആണ്. നല്ലൊരു വർക്ക് ഏരിയ, ഗ്രില്ലിട്ട വർക്ക് ഏരിയ. പുകയടുപ്പാണിത്. ആലുവ അടുപ്പ് ഫിറ്റ് ചെയ്ത അടുപ്പാണ്. അതിന് പുറമെ ഇത് കുഴൽക്കിണറിൻ്റെ മോട്ടറാണ്. ഇതിൽ വെള്ള സൗകര്യത്തിനായി കുഴൽക്കിണറുണ്ട്, ജലനിധി വെള്ളമുണ്ട്. അതാണ് ഇതൊരു അടുക്കള. സ്റ്റെയർ കേസ് പുറത്തു കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. മേലെ റൂം സൗകര്യത്തിന് കെട്ടുവാണെങ്കിൽ കെട്ടാനുള്ള സൗകര്യമുണ്ട്. ഇതാണ് വീടിൻ്റെ മേൽഭാഗം. മനോഹരമായി സീറ്റിട്ട് അടിപൊളി വർക്കെല്ലാം ചെയ്ത്. ഇതൊരു ടാങ്കാണ്, വെള്ളം സ്റ്റോക്ക് ചെയ്യുന്ന ടാങ്ക്. ബോർവെൽ കിണറുണ്ട്. കണ്ടമാന പൈസ ഉണ്ട് ഇതിൽ. നമ്മൾ ആവശ്യത്തിന് പെരുമാറാനുള്ള പൈസ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ